CPIM സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ പ്രൗഢോജ്വല സമാപനം. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 88 അംഗ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഒരു സീറ്റ് ഒഴിച്ചിട്ടു. 15 പുതുമുഖങ്ങളുണ്ട്. പാലുളി, MM ലോറൻസ്, KN രവീന്ദ്രനാഥ് എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളാണ്. ഒഴിവായവരിൽ VS അടക്കം 9 പേർ ഉൾപ്പെടുന്നു. 88 പേർ ഉൾപ്പെടുന്ന സംസ്ഥാന സമിതിയിൽ ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുകയാണ്. 15 പുതുമുഖങ്ങളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. പാലോളി മുഹമ്മദ് കുട്ടി, MM ലോറൻസ്, KN രവീന്ദ്രനാഥ് എന്നിവർ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാക്കളാകും. പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളായി 175 പേരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. 5 അംഗ കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷൻ T കൃഷ്ണനാണ്. MA ബേബി, VS അച്യുതാനന്ദൻ, പാലോളി മുഹമ്മദ് കുട്ടി, MM ലോറൻസ്, T ശിവദാസ മേനോൻ, VR ഭാസ്കരൻ, MK ഭാസ്കരൻ, CT കൃഷ്ണൻ, KN രവീന്ദ്രനാഥ് എന്നിവർ പുതിയ സംസ്ഥാന കമ്മിറ്റിയിലില്ല. ജില്ലാ സമ്മേളനങ്ങളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 4 ജില്ലാ സെക്രട്ടറിമാരെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. P മോഹനൻ കോഴിക്കോട്, VN വാസവൻ കോട്ടയം, സജി ചെറിയാൻ ആലപ്പുഴ, KP ഉദയഭാനു പത്തനംതിട്ട എന്നിവരാണ് സംസ്ഥാന സമിതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ജില്ലാ സെക്രട്ടറിമാർ. K സജീവൻ, പുത്തലത്ത് ദിനേശൻ, MB രാജേഷ്, NN കൃഷ്ണദാസ്, P നന്ദകുമാർ, M സ്വരാജ്, ഡോക്ടർ V ശിവദാസൻ, MV ബാലകൃഷ്ണൻ, V ശിവൻകുട്ടി, സൂസൻ കോടി, S സുദേവൻ എന്നിവരാണ് സംസ്ഥാന സമിതിയിലെ മറ്റു പുതുമുഖങ്ങൾ. സ്ഥാനമൊഴിയുന്ന സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച പാനൽ സമ്മേളനം ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. CPIM ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. പാർട്ടി ഏകശിലാരൂപമായെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. വിരട്ടലും വിലപേശലും CPIMനോട് വേണ്ടെന്നും കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുക്കളുടെ മുന്നിൽ മാത്രമാണെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. UDF സർക്കാരിനെ കാത്തിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തകർ ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S രാമചന്ദ്രൻ പിള്ള, പിണറായി വിജയൻ, സീതാറാം യെച്ചൂരി തുടങ്ങിയവരും ഈ ഐക്യപ്പെടലിന്റെ ആവശ്യമാണ് ഉന്നയിച്ചത്. This is the common property of the people of Kerala, and I hope that in the coming days, under the leadership of the Communist Party of India, Marxist, a new trail will be blazed in Kerala. സ്വന്തം താല്പര്യത്തേക്കാൾ പാർട്ടി താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്ന സഖാക്കളാണ് CPMലുള്ളത്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടല്ല ജനങ്ങൾ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. ആ സ്വയം വരിച്ച അച്ചടക്കം എല്ലാ പാർട്ടി അംഗങ്ങളും പാലിക്കണം. അതുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന തനിമ നിലനിർത്താനാവൂ. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിൻ്റെ മുന്നിലാണ്. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. പക്ഷേ വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. And we are appealing to all of you to come and join in these struggles, and Kerala people have always done it in the past. കമ്മ്യൂണിസ്റ്റ് ആശയം കുടുംബങ്ങളിലും നടപ്പിലാക്കണമെന്നും പ്രകൃതിയുമായി ചേർന്നുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഓർമ്മിപ്പിച്ചു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ശാസ്ത്രീയമാക്കിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് എന്നുള്ളതാണ് ഒന്ന്. സ്ത്രീ സുരക്ഷയ്ക്കായി എല്ലാ സഖാക്കളും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും പറഞ്ഞു. Every member of the CPIM will stand up in defense of women's rights, in defense of women's security. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആരും പാർട്ടിക്ക് അതീതരല്ലെന്ന് VS അച്യുതാനന്ദൻ തിരിച്ചറിയുമെന്ന് കരുതുന്നതായി പ്രകാശ് കാരാട്ട് പീപ്പിൾ TVയോട് പറഞ്ഞു. VS പങ്കെടുക്കാത്തത് ദൗർഭാഗ്യകരമാണ്. ചന്ദ്രശേഖരൻ വധത്തിൽ നടപടിയെടുത്ത ഒരാളെ ഒഴികെ ആരും കുറ്റക്കാരല്ലെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. CPIM ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ചരിത്ര സംഭവമാണെന്ന് അഭിപ്രായപ്പെട്ട ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പാർട്ടിയിലെ വിഭാഗീയത ഇല്ലാതാക്കാനായെന്നും പറഞ്ഞു. VSന്റെ നടപടി നിർഭാഗ്യകരമാണ്. പാർട്ടിക്ക് പുറത്ത് VS ഇല്ല എന്ന് മനസ്സിലാക്കണം. VS തെറ്റ് തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമ്മേളനത്തിൽ നിന്ന് VS മാറി നിന്നത് തെറ്റായ നീക്കമാണെന്നും കാരാട്ട് പറഞ്ഞു. Whatever problems he has faced, I think he should realize that he has no political life and activity beyond the party or outside the party. And I think being a very senior leader, he will also realize that no one's views or no one's role is above the party. So I'm sure that he will be able to respond correctly and adequately to the
views and feelings expressed by the conference. TP ചന്ദ്രശേഖരൻ വധത്തിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാണെന്നാണ് പാർട്ടി കണ്ടെത്തിയത്. മറ്റാർക്കും പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല. Regarding the TP Chandrasekhar murder, party had conducted an inquiry, and that inquiry was conducted under supervision of the Politburo. And the findings of that resulted in the expulsion of one person who, according to the inquiry, was responsible for this murder. We have not found any other person responsible. കത്ത് ചോർന്ന സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് പ്രമേയം പാസാക്കിയത്. കത്ത് സംബന്ധിച്ച് പാർട്ടി നിലപാടെടുത്തു കഴിഞ്ഞതിനാൽ പ്രമേയം അന്തിമമാണെന്നും കാരാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആവേശം വാനോളമുയർന്ന ചെങ്കടലായി ആലപ്പുഴ. അച്ചടക്കത്തോടെ മാർച്ച് ചെയ്ത ചുവപ്പ് സേനാംഗങ്ങളാണ് കിഴക്കിന്റെ വെനീസിനെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിയിച്ചത്. CPIM-ന്റെ സംഘടനാശേഷിയും കരുത്തും വിളിച്ചോതുന്നതായിരുന്നു കിഴക്കിന്റെ വെന്നീസായ ആലപ്പുഴയിൽ നടന്ന ചുവപ്പ് സേന മാർച്ച്. വനിതകളടക്കമുള്ള ചുവപ്പ് സേനാംഗങ്ങൾ 15 ഡിവിഷനുകളായി തിരിഞ്ഞാണ് പൊതുസമ്മേളനം നടക്കുന്ന PK ചന്ദ്രാനന്ദൻ നഗറിലേക്ക് ചുവടുവെച്ചത്. ചെമ്പടയുടെ താളം ജനങ്ങൾ നെഞ്ചേറ്റി. സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ 3 വരിയായാണ് സഖാവ് P. കൃഷ്ണപിള്ള നഗറിൽ നിന്നും പൊതുസമ്മേളന വേദിയിലെത്തിയത്. ജനസാഗരം അലയടിച്ചപ്പോൾ കിഴക്കിന്റെ വെന്നീസ് ചുവന്നു തുടുത്തു. ചുവന്ന കാഴ്ചകൾ കാണാനും സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവർക്ക് സ്നേഹാഭിവാദ്യം അർപ്പിക്കുവാനും കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള പാർട്ടി അനുഭാവികളും ബന്ധുക്കളും എത്തിയിരുന്നു. തിരക്ക് കാരണം പലർക്കും പൊതുസമ്മേളന വേദിക്ക് പുറത്തു നിൽക്കേണ്ടതായും വന്നു. ആലപ്പുഴയിൽ നിന്നും TP പ്രശാന്ത്. കണ്ണൂരിലെ ചുവന്ന മണ്ണിൽ നിന്നും രാഷ്ട്രീയ അനുഭവങ്ങളുടെ കരുത്തുമായാണ് കോടിയേരി ബാലകൃഷ്ണൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിലെത്തുന്നത്. CPIM ബ്രാഞ്ച് സെക്രട്ടറിയായി തുടങ്ങിയ കോടിയേരി സുദീർഘമായ പാർലമെന്ററി പൊതുജീവിതത്തിന് ഉടമയാണ്. പുതിയ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒരു തിരുനോട്ടം. കനൽ വീഥികളുടെ കർമ്മകാണ്ഡങ്ങൾ താണ്ടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാവുന്നത്. അച്ഛൻ നഷ്ടപ്പെട്ട 4 മൂത്ത പെങ്ങന്മാർക്കിടയിലെ ഏക ആന്തരിയെ പഠിപ്പിച്ചൊരു നിലയിലാക്കാനായിരുന്നു മാതാവ് നാരായണിയമ്മയ്ക്ക് എന്നും ഇഷ്ടം. പശുവിൻ്റെ പാൽ വിറ്റും പറമ്പിൻ്റെ 10 സെന്റ് തീരെഴുതി പഠിപ്പിക്കാൻ വിട്ടിട്ടും കോടിയേരി ബാലകൃഷ്ണൻ തിരഞ്ഞെടുത്തത് കല്ലും മുള്ളുമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാനനപാത. KSUവിൻ്റെ നീലപതാക മാത്രം പിടിച്ചു ശീലിച്ച തലശ്ശേരി യൂണിയൻ സ്കൂളിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഞെട്ടിച്ച് KSFന്റെ യൂണിറ്റ് ഇടുമ്പോൾ കോടിയേരിക്ക് പ്രായം 13. തുടർന്നിങ്ങോട്ട് എതിരാളികളുടെ കണ്ണിലെ കരടാവുകയായിരുന്നു ബാലകൃഷ്ണൻ എന്ന മീശ മുളയ്ക്കാത്ത പയ്യൻ. തങ്ങളുടെ വളർച്ച കരുനിൽക്കുന്ന കോടിയേരിയെ SLC പരീക്ഷയുടെ അവസാന ദിനം തീർത്തുകളയാൻ തീരുമാനിച്ചു RSS. 2.5 മാസത്തെ ആശുപത്രിവാസത്തിനൊടുവിൽ ജീവിതത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും തിരികെ വന്ന കോടിയേരി തലശ്ശേരിയിലെ RSS മുന്നേറ്റത്തെ പിടിച്ചു നിർത്തിയെന്നത് മറ്റൊരു ചരിത്രം. 20ാമത്തെ വയസ്സിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കലാലയങ്ങളിൽ പാറുന്നത് നീലപതാക മാത്രം. വല്ലാതെ വലത്തോട്ട് തിരിഞ്ഞുപോയ കലാലയങ്ങളെ ഇടത്തോട്ട് ചേർത്ത് നിർത്താനുള്ള ശ്രമകരമായ ദൗത്യമായിരുന്നു കോടിയേരിയുടെ മുന്നിൽ. 1979-ൽ SFIയുടെ അമരത്ത് നിന്ന് കോടിയേരി ഇറങ്ങുമ്പോൾ കേരളത്തിലെ കലാലയങ്ങൾ പലതും ചുവന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നത് മറ്റൊരു ചരിത്രം. 1975-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷങ്ങൾക്കകം രാജ്യത്താദ്യമായി തിരുവനന്തപുരത്തും തലശ്ശേരിയിലും പ്രകടനങ്ങൾ നടന്നു. തലശ്ശേരിയിലെ വിദ്യാർത്ഥി യോഗത്തിൽ സംസാരിച്ച കോടിയേരിയെ പോലീസ് കരിനിയമമായ DIR ചുമത്തി ജയിലിലടച്ചു. തുടർന്ന് 1.25 വർഷത്തിലേറെ ജയിൽവാസം. കാരാഗ്രഹം നൽകിയ അനുഭവ പാഠവുമായി DYFI കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലേക്ക് മാറിയ കോടിയേരി 1982-ൽ തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പല അവസരങ്ങളിലായി 24 വർഷത്തിലേറെ തലശ്ശേരിക്കാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തത് കോടിയേരിയെ തന്നെ. ഒരേ മണ്ഡലത്തിൽ നിന്ന് ഇത്രയും കാലം തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഏക CPM നേതാവും കോടിയേരി തന്നെ. 2006-ൽ LDF സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായ കോടിയേരിയുടെ പാർലമെന്ററി ഇടപെടലുകൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെന്നും ഒരു പാഠപുസ്തകമാണ്. 1988-ലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി അതേ മണ്ണിൽ വെച്ച് ഇത്തവണ സംസ്ഥാന സെക്രട്ടറിയും ആവുകയാണ്. MV രാഘവൻ ഉയർത്തിയ വെല്ലുവിളി
RSS കോൺഗ്രസ് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണ പരമ്പര. 1989 പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുമ്പോൾ വൈതരണികൾ ഏറെ ഉണ്ടായിരുന്നു കോടിയേരിയെ കാത്ത്. നാളെ ജീവിതമൊന്നുണ്ടോ എന്ന് നിശ്ചയമില്ലാത്ത ആ കാലത്ത് കണ്ണൂർ പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചു കോടിയേരി. 1995 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ കോടിയേരി 2003 പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും 2009 പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. വിഭാഗീയത വലിയൊരളവോളം പരിഹരിച്ച കാലത്താണ് കോടിയേരി CPM-നെ നയിക്കാൻ നിയുക്തനാവുന്നത്. അഴിമതിക്കറവുണ്ട ഭരണക്രമത്തിനെതിരായ സമരത്തിന് കൂടുതൽ മൂർച്ച കൈവരുത്തുകയും പാർട്ടിയെ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്കും നയിക്കുക എന്ന ദൗത്യമാവും കോടിയേരി അടിയന്തരമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുക. S. ജീവൻകുമാർ, പൊളിറ്റിക്കൽ ഡെസ്ക്. 1.5 പതിറ്റാണ്ടിലേറെ CPIM കേരള ഘടകത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് പിണറായി വിജയൻ. പാർട്ടി പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ സംഘടനയെ നയിക്കുകയായിരുന്നു പിണറായി. പാറപ്പുറം സമ്മേളനത്തിന്റെ ചരിത്രമുറങ്ങുന്ന പിണറായി ഗ്രാമമാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ വാർത്തെടുക്കുന്നത്. 1944 മാർച്ച് 21 ചെത്തുതൊഴിലാളിയായ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായാണ് പിണറായി വിജയന്റെ ജനനം. ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു ബാല്യവും കൗമാരവും. പിണറായി UP സ്കൂളിലും പെരളശ്ശേരി ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് 1 വർഷക്കാലം നെയ്ത്തുതൊഴിലാളിയായി. പ്രീ യൂണിവേഴ്സിറ്റിക്ക് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. ഇവിടെയായിരുന്നു പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ രാഷ്ട്രീയ കളരി. ആദ്യമായി CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പിണറായി വിജയന്റെ പ്രായം വെറും 24 വയസ്സ്. 1970 26-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് 77-ലും 91-ലും 96-ലുമായി ആകെ 4 തവണ നിയമസഭാംഗമായി. അടിയന്തരാവസ്ഥയുടെ ഭീകരനാളുകളിൽ കൊടിയ പീഡനങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അന്യായമായി കസ്റ്റഡിയിലെടുത്ത പിണറായിയെ പോലീസുകാർ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. ഈ ക്രൂരമർദ്ദനത്തിന്റെ ബാക്കിപത്രമായ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ചാണ് പിണറായി പിന്നീട് നിയമസഭയിൽ പ്രസംഗിച്ചത്. K. കരുണാകരനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ആ പ്രസംഗം നിയമസഭാ രേഖകളിലെ തിളങ്ങുന്ന അധ്യായമാണ്. ഭരണകൂട ഭീകരതയ്ക്കൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം എതിരാളികൾ അദ്ദേഹത്തിന്റെ ജീവനെടുക്കാൻ ശ്രമിക്കുക പോലുമുണ്ടായി. ഗുരുതരമായ സുരക്ഷാ ഭീഷണി നേരിടുന്ന നേതാവെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹം വിനയപൂർവ്വം നിരസിക്കുകയായിരുന്നു. എല്ലാ വെല്ലുവിളികളെയും അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നേരിട്ടു. പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഭരണ നൈപുണ്യവും കർമ്മശേഷിയും കേരളം അനുഭവിച്ചറിഞ്ഞത് 96-ൽ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായി ചുമതലയേൽക്കുമ്പോഴാണ്. വൈദ്യുതോൽപാദന രംഗത്ത് 1/4 നൂറ്റാണ്ടുകൊണ്ട് നേടാൻ കഴിയാത്തത് അദ്ദേഹം വെറും 2.5 വർഷം കൊണ്ട് സാധ്യമാക്കി. അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയുള്ള സംസ്ഥാനത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റാൻ പിണറായി വിജയന് സാധിച്ചു. ഈ സമയത്താണ് സംസ്ഥാന സെക്രട്ടറിയായ ചടയൻ ഗോവിന്ദന്റെ മരണം. ചടയന് പകരം കേരളത്തിൽ അമരക്കാരനാകാൻ കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയത് പിണറായി വിജയനെയാണ്. ഇന്ന് പിണറായി വിജയനെ നഖശിഖാന്തം എതിർക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അന്ന് എഴുതിയത് ഇങ്ങനെ: നയനാർ മന്ത്രിസഭയ്ക്ക് നഷ്ടമായത് ഏറ്റവും മികച്ച മന്ത്രിയെ. സംഘടനാ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പിന്നീട് ഇങ്ങോട്ട് 1.5 പതിറ്റാണ്ടിലേറെ പിണറായി വിജയൻ നേരിട്ടത് കടുത്ത മാധ്യമ ഭീകരതയെയാണ്. ഇത്രയധികം വ്യക്തിഹത്യയ്ക്ക് വിധേയനായ ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് വന്നു ചേരുന്നുവെന്നായിരുന്നു ഈ വിമർശനങ്ങൾക്ക് പിണറായി വിജയൻ ഒരിക്കൽ മറുപടി പറഞ്ഞത്. SNC ലാവ്ലിൻ വിവാദം ഉടലെടുത്തതോടെ പിണറായിയെക്കുറിച്ചുള്ള കഥകളുടെ എണ്ണവും കൂടി. വിചാരണയ്ക്ക് പോലും എടുക്കാതെ ലാവ്ലിൻ കേസ് CBI കോടതി തള്ളിയിട്ടും വിവാദം അവസാനിപ്പിക്കാൻ മനസ്സിലാതെ നിൽക്കുകയാണ് ഒരു കൂട്ടം എതിരാളികളും വലതുമാധ്യമങ്ങളും. വ്യക്തിഹത്യയ്ക്കും ദുരാരോപണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത കരുത്തോടെ പിണറായി പാർട്ടിയെ നയിച്ചത് 1.5 പതിറ്റാണ്ടിലേറെയാണ്. കേരളത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിനും വികസന സങ്കല്പങ്ങൾക്കും വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമുള്ള പിണറായി വിജയന്റെ പടിയിറക്കം. പക്ഷേ അദ്ദേഹത്തിന്റെ കനൽ വഴികൾ അവസാനിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്.